അമൽ, നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹത്തിനെതിരെ പുറത്തു വന്നിരിക്കുന്ന ഫോൺ സംഭാഷണം ഒരു സംസാരിക്കുന്ന തെളിവാണ്. അതിൻ്റെ ആധികാരികത സംബന്ധിച്ചും അതിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴക്കപ്പെട്ട സാഹചര്യം സംബന്ധിച്ചുമൊക്കെ തന്നെ നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിനെതിരെ പുറത്തു വന്ന ഫോൺ സംഭാഷണം സർക്കാരിനും മുന്നണിക്കുമൊക്കെ തന്നെ ഒരുപോലെ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ ഒരു സംവാദ വിഷയമായി പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത്തരമൊരു സംഭാഷണം പുറത്തു വന്നത് സർക്കാരിന് നാണക്കേടാണ്. ഒരു മന്ത്രി തന്നെ അതിൻ്റെ അത്തരം കാര്യങ്ങളിൽ ഭാഗമാക്കുന്നതിൻ്റെ നാണക്കേടുണ്ട്. ഈ സാഹചര്യമാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPM ഉന്നത നേതാക്കന്മാരും ചേർന്ന് വിലയിരുത്തിയത്. അതുകൊണ്ടാണ് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി വാർത്താമാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവമായി കാണുന്നുണ്ടോ, എല്ലാ വശങ്ങളും പരിശോധിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഇതിനിടയ്ക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാവകാശം ലഭിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. എങ്കിൽ പോലും ഇതിന് ശേഷം, അതായത് ഇപ്പോൾ 2 മണിക്ക് അകത്ത് തന്നെ മുഖ്യമന്ത്രിയും ശശീന്ദ്രനും തമ്മിൽ വിശദമായ സംഭാഷണം നടക്കുമെന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഈ വളരെ സ്വതന്ത്രമായി തുറന്ന് സംസാരിക്കുന്ന ആളെന്ന നിലയിൽ തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പാകപ്പിഴ പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും ശശീന്ദ്രന് ഒരു വ്യക്തമായ ഉറപ്പില്ല എന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിവെക്കാതെ അദ്ദേഹം രാജിവെച്ചേക്കുമെന്ന് തന്നെയാണ് ലഭ്യമാവുന്ന സൂചന. ഇപ്പോൾ PC ജോർജ് ചേരുന്നു ഈ വാർത്തയോട് പ്രതികരിക്കാനായി. ശ്രീ PC ജോർജ്, ഈ മന്ത്രിസഭയിലെ രണ്ടാമത്തെ വിക്കറ്റ് വീണ് ക്രിക്കറ്റ് ഭാഷയിൽ പറയുകയാണെങ്കിൽ രാജി ഉറപ്പായിരിക്കുന്നു. ഏത് തരത്തിലായിരിക്കും സർക്കാരും മുന്നണിയും ഈ ഒരു പ്രതിസന്ധിയെ നേരിടുക? ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്, പിണറായി ഗവൺമെന്റിന് ശനിദശയല്ല, ഏതോ കരികാല ആണ്. ഇതിപ്പോ ശശീന്ദ്രൻ രാജിവെക്കാനുള്ള മറ്റും മാർഗമില്ല. കാരണം സ്വാഭാവിക 8 മിനിറ്റ് നേരം ഒരു സ്ത്രീയോട് വളരെ മോശമായി ലൈംഗികതയോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഇത്ര പ്രായമുള്ള ഒരു വ്യക്തിയും കൂടെ ആണെന്ന് പറഞ്ഞു വളരെ മോശമല്ലേ. അപ്പൊ സ്വാഭാവികം അദ്ദേഹം രാജിവെക്കേണ്ടി വരും. ആ രാജിയോട് തീരുമെന്നുള്ള അതിന് ഇപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മറ്റൊരു MLA ഉണ്ട്. ആ MLAക്ക് മന്ത്രിയാകാൻ പറ്റുമോ? അദ്ദേഹത്തിനും ഇതുപോലെ ഇതിനു മുമ്പ് ഒരു കേസ് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അന്ന് മന്ത്രി അല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന് ഇങ്ങനെ മന്ത്രിയാക്കാൻ പറ്റും എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ട പ്രശ്നമായിട്ട് മാറും. ഞാൻ ചാണ്ടിയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു പാവം മനുഷ്യനാണ്, രോഗിയും കൂടാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ശാരീരിക കേസ് കിടക്കുക, മനസ്സിലായില്ലേ, പഴയ കേസ്. അതിന് അദ്ദേഹത്തിന്റെ കമന്റൊക്കെ ഇപ്പൊ ചാനലിൽ പലരെ വിളിച്ച് ചോദിച്ചു. അതായത് അന്ന് ശാരീരിക ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേസ് വന്നപ്പോ ആദ്യമായിട്ട് ആ സ്ത്രീ പോയത് ചാണ്ടിയുടെ റിസോർട്ടിലാണ്. ചാണ്ടി റിസോർട്ടിൽ ചെന്നപ്പോ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചാണ്ടി പറഞ്ഞ കമന്റാണ് കുഴപ്പം. ഇവിടെ വരുമ്പോ എല്ലും തോലും മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഇത്തിരിയേറെ രക്ഷയൊക്കെ ഉണ്ടായി ഇവിടെ വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞു. അതൊക്കെ ചാനൽ വരിപ്പോ എന്നെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞു അതൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ സ്വാഭാവികമായി കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പോ അല്ലെ അവർക്ക് മന്ത്രിസ്ഥാനം ഇല്ലാതെ വരും. CPMന് ഒരു മന്ത്രിസ്ഥാനം കൂടെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിനിമം പ്രതിരോധം പോലും എ കെ ശശീന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ കർശനമായ നിലപാടെടുക്കും എന്ന ധാരണ തന്നെയാണോ ഇത്ര പെട്ടെന്നൊരു രാജി സന്നദ്ധത അറിയിക്കാനും ഒരുപക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ ആ രാജി പ്രഖ്യാപിക്കാനുമുള്ള കാരണം? അത് കാര്യം സ്വാഭാവികമായിട്ട് ആരുടെ വെല്ലുവിളിക്കാനും വന്നാലും രാജിവെക്കാൻ അവൻ്റെ എന്തും ചെയ്യാൻ പറ്റും. ശശീന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത് ഒരു മൂന്നാംകട ഒരു ഭാഷയല്ലേ, അതാണ് പ്രശ്നം. ഇത്രയും മോശമായിട്ടൊരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ സംസാരിക്കാമെന്ന് എനിക്കതങ്ങോട്ട് അബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. ശശീന്ദ്രനെ പറ്റി ഇത്രയും ചീപ്പായി സംസാരിക്കുന്ന ആർക്കറിയാം. ലൈംഗിക കാര്യമല്ലേ, മനുഷ്യന്റെ ദൗർബല്യമാണോ, ഞാനതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും ഒരു മൂരിപ്രേമമായി പോയി. ആ മൂരിപ്രേമം വേണ്ട. ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ മൂരിപ്രേമം വേണ്ട. മന്ത്രി തന്നെ MLA ഭാഗത്തും വേണ്ട. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. സ്നേഹത്തിൽ തമാശ രൂപത്തിലൊക്കെ എന്തെങ്കിലും പറയുന്ന പോലെ അല്ലല്ലോ ഇത് വളരെ നിർബന്ധമായ സ്ത്രീയോട് സംസാരിച്ചതല്ല. ആ സ്ത്രീ തന്നെ അതിൽ ദുഃഖിയാണെന്നാണ് ഞാൻ കേട്ടത്. അല്ലെങ്കിൽ ഇതിപ്പോ പുറത്തു വരില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി രാജി അനിവാര്യമായി തീർന്നിരിക്കുന്നു. ഏതായാലും വരട്ടെ, ഗവൺമെന്റ് തീരുമാനം നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി ശ്രീ PC ജോർജ്. ഇപ്പോൾ K. മുരളി